ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജെയിംസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളോട് മിണ്ടാനുള്ള സമയമൊന്നുമില്ല ഗൈസ്. നമുക്ക് വേഗം റെഡി ആവണം. എങ്ങോട്ട് വെച്ചാൽ ഇച്ചിരി അർജൻറ്റായിട്ടുള്ള ഒരു ഇച്ചിരി പ്രശ്നമുണ്ട് ഗൈസ്. അതാണ് ഈ ഫെലിസിനോടാണ് പറയണ. ഫെലിച്ച അർജൻറ്റായ സ്ഥലത്ത് പറയാം, നീ എങ്ങോട്ടാണ് ആക്കുണ്ട് ഗൈസ്. നമുക്ക് വേഗം കുളിച്ചിട്ട് റെഡി ആയിട്ട് പോകാനുള്ളത്. അവൻ എങ്ങോട്ടേ നിങ്ങളോട് തന്നെ എനിക്ക് പറയാൻ സമയമില്ല. അപ്പോഴാണ് അവനോട് എൻ്റെ പുറകെ ഫോണും പിടിച്ച് വരുന്നത്. നിങ്ങൾ ശേ എല്ലാം പോയി. അതിൽ വിളിച്ചോ? ഇല്ലല്ലോ. വേഗം പോകാൻ ഗൈസ്. സമയം വേഗം പോകണം ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അർജൻറ്റ് പരിപാടി ഉണ്ട്. അതാണ് ഗൈസ് ഈ ഷർട്ട് ഇടണം. ഇച്ചിരി ഗെറ്റപ്പുള്ള ഷർട്ട് ഇടാം. ഇത് മതി. ഓക്കെ ഗൈസ്, പാൻറ്റൊക്കെ ഇടാം. വേഗം ഇടാ. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം പോവാം. ഹലോ ബോസേ. ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാക്കി എനിക്കെന്താ പറ്റിയതെന്ന്. അപ്പോൾ ഗൈസ് അതൊക്കെ വഴിയെ പറയാം. വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വന്നതാ. ഇനിയിപ്പോൾ വെയിലാകല്ലേ, ഇനിയിപ്പോൾ ഉണങ്ങിക്കോളും. എങ്ങോട്ടാടാ പോകുന്നത് ജാക്കെ? ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവാ വേഗം. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഇല്ല, സൈക്കിളും ഇല്ല. അപ്പം ബസ്സിന് പോയി കഴിഞ്ഞാൽ ബസ്സിനൊക്കെ എന്തിനാണ് പോകുന്നത്? ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. ഈ ചേട്ടനാണ് ലിഫ്റ്റ് ചോദിക്കും. ചേട്ടാ ലിഫ്റ്റ് തരുമോ? മോനെ കയറിക്കോ. ഓക്കെ ചേട്ടാ. അപ്പോൾ ഗൈസ് ആ ചേട്ടൻ ലിഫ്റ്റ് തന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് വന്നത്? മറ്റേ ഇങ്ങോട്ടേക്ക്, ഷോറൂമിലേക്ക്. ആണോ? ഓക്കെ മോനെ. അപ്പോൾ പറപ്പിച്ചു വിടും പാപ്പാ. വണ്ടി പോകുന്ന തന്നെ ഭാഗ്യം. ഓക്കെ ഗൈസ്, ചുമ്മാ ഡയലോഗൊക്കെ അടിച്ചിരിക്കുകയാണ്. ഈ ചേട്ടനെ നമുക്ക് മുന്നേ പരിചയമുണ്ട് ഗൈസ്. എനിക്ക് ജോലി ഒന്നും ഈ ചേട്ടനാണ്. ഹി. അപ്പം ഗൈസ്, അപ്പം താങ്ക് യു ചേട്ടാ, ഞാൻ പോണേ. ഓക്കെ. അപ്പം ഗൈസ് നമുക്കപ്പോൾ ഇറങ്ങാം. ചേട്ടാ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തിനാണ് ഷോറൂമിലോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പം ഗൈസ് ഇന്ന് എനിക്ക് ശമ്പളം കിട്ടി. ആദ്യത്തെ ശമ്പളം കൊടുക്കാൻ എനിക്ക് ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്തെടുക്കുവാണ്? പുതിയ ഒരു കാർ എടുക്കുന്നു. അത്രമാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വേഗം പോവാം. അപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോകുന്നു. ഞാൻ ലംബോർഗിനി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ലംബോർഗിനിയോ ഇങ്ങനെ എന്തോ ഉണ്ട്, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇത് ഇടിച്ചിടിച്ച് പുതിയ വണ്ടി മേടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്ന നിങ്ങളുടെ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുത്തേ. ഓക്കെ ഗൈസ്, ഇത് ഈ വഴി പോകണ്ട. എനിക്ക് നേരെയുള്ള വഴി അങ്ങ് പോയാൽ മതി. ഈ വഴി ഇങ്ങനെ പോവാം. ആ വഴി പോകണ്ടാതെ ഈ വഴി പോവാം. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഇച്ചിരി കൂടെ പോയാൽ പോരാ. അപ്പോൾ നമുക്ക് കാണാമല്ലോ. ഇച്ചിരി മോഡിഫിക്കേഷൻ വേണം ഈ വണ്ടി. ഒരുമാതിരി മഞ്ഞമയത്തിൽ എങ്ങനെ പോകാനോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേഗം പോവാം. എന്ത് ലുക്കാലോ കാണാൻ. ഇപ്പോഴേ കാണാൻ ഇത്ര ലുക്കാണെങ്കിൽ ആ മോഡിഫിക്കേഷൻ കഴിയുമ്പോൾ എന്തായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വിടാം. ഇതിനകത്ത് നൈട്രജനൊക്കെ പിടിപ്പിക്കണം. ഇവിടെ ഇതാണ് കട അല്ല, ഇച്ചിരി കൂടെ പോകണം തോന്നുന്നു. എൻ്റെ സൗണ്ട് വീണ്ടും പോയി ഗായ്സ്. എനിക്ക് യൂട്യൂബ് തുടങ്ങിയപ്പോഴേ ഇങ്ങനെ തന്നെയാണ് ഈശ്വര. അപ്പം ഗൈസ് പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. 94 സബ്സ്ക്രൈബേഴ്സല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്. നിങ്ങൾ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കുക ഗൈസ് പ്ലീസ്. അത് 100 സബ്സ്ക്രൈബേഴ്സ് ആക്കി കഴിയുമ്പോൾ പിന്നെ അത് 200 ആക്കണം, പിന്നെ 300 ആക്കണം, 400 ആക്കണം. അങ്ങനെ തന്നെ 1K അടിക്കണം ഗൈസ് നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്, നൈട്രജൻ പിടിപ്പിച്ചിട്ടുണ്ട്, പിന്നെ സ്മോക്ക് കളർ മാറ്റി റെഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഫുള്ളി മോഡിഫിക്കേഷനായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അയ്യോ, ഗ്ലാസ് മാറ്റാൻ പറഞ്ഞത്. ഇനി വേണ്ട, ഗ്ലാസിൻ്റെ കളർ ബ്ലാക്ക് ആക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ വേഗം പോവാണ്. നമുക്ക് ആ നൈട്രജൻ ഒന്നിട്ട് നോക്കണം.
കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടിടാം. എന്ത് ലുക്കല്ലേ ആ ബ്ലാക്ക് കളർ അടിച്ചപ്പോൾ. എൻ്റെ മോനെ. നൈട്രജൻ കണ്ട ഗൈസ്, അടിപൊളിയാണ്. നീല കളർ നൈട്രജൻ. എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ വേഗം പോവാണ്. വഴിയെ പോയിട്ട് നമ്മുടെ വീട് ഇതായിരിക്കുന്നു. പക്ഷെ നൈട്രജൻ ഇട്ടത് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. നൈട്രജൻ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇങ്ങനെ ഈ സാധനം പറിച്ച് കാണണം. നൈട്രജൻ ഇട്ട് കഴിഞ്ഞാൽ ഈ പതിയെ തന്നെയാണ് പോകുന്നതുള്ളൂ. ഇതിനെക്കാട്ടും എല്ലാം മറ്റേ ആക്സിലേറ്റർ ഇട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ ഗൈസ് എൻ്റെ സൗണ്ട് കുറഞ്ഞു പോയി ഗൈസ്. ഈ വീഡിയോയ്ക്ക് ഇത്തിരി സൗണ്ട് കുറവുണ്ട്, ക്ഷമിക്കണം ഗൈസ്. നമുക്ക് വീടിന് മുമ്പിലോട്ട് ഇടാം, നാലാൾ കാണട്ടണ്ടേ. ഇതിലേക്ക് ഞാൻ ഭയങ്കര ഷോ ആണെന്ന് ഗൈസ്. നമ്മൾ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഷോയൊക്കെ ഉണ്ടാവും. ഞാൻ ഷോ അല്ലാന്ന് പറയുന്നില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഫെലിക്സിനെ കാണിക്കാം. ഫെലിക്സ് നമുക്ക് ഫെലിക്സിനെ ഒന്ന് പറ്റിക്കാം. ഫെലിക്സേ ഇത് വേഗം പാടാ. എനിക്ക് തോന്നിയായിരുന്നു നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എന്തൊക്കെ ഒപ്പിച്ചിട്ടാണ്. ഒന്ന് വേഗം പാടാ, നീ തിരിക്കാൻ പറ്റുള്ളൂ. ഇതിനെ കൊണ്ട് ഒരു ഇത് എന്ത്, ഒന്ന് വേഗം പാടാ. ഇതാരുടെടാ വണ്ടി? ഇതാരുടെടാ വണ്ടി? എൻ്റെ നമ്മുടെ പിന്നെ ലംബോവിനെയൊക്കെ നീ മേടിക്കാൻ. പിന്നെ ഞാനല്ലാതെ പിന്നെ വേറെ ആര്? ഞാനല്ലാതെ പിന്നെ ആര്? പോടാ. അവരെ വാഴയിലെ എൻ്റെ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ കയറുന്നുണ്ടോ? എനിക്ക് കയറണം. എൻ്റെ ഓനെ എന്താ ലുക്ക്, എൻ്റെ അമ്മേ. മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല നീ ഇങ്ങനെ ലംബോവിന് മേടിക്കുന്നു. നീ ആ ലുക്കൊക്കെ ഒന്ന് കാണിച്ചേ നീ. Coming now, follow my lead. I'm in love with the shape of you. We push and pull like a magnet. ലുക്കൊക്കെ മതി. നീ ഒന്ന് ആ അകമ്പശയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കടാ ജാക്കേ. അതിനിപ്പോൾ എന്താ, ഇതല്ലേ. അയ്യോ, എന്തോ ഒരു പന്തികേട് ജാക്കേ. അയ്യോ, വണ്ടിയിൽ നിന്ന് പോക വീഴുന്നേ. എടാ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോടാ. എന്തെങ്കിലും എൻ്റെ വണ്ടി സാരമില്ലടാ. അയ്യോ എടാ, എനിക്ക് നീന്താ അറിയത്തില്ല. എനിക്ക് ഞാൻ വലിയ ഒന്ന് കയറാ. അപ്പോൾ ഗൈസ് ബൈ ബൈ.